ഹലോ! എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ചെറിയൊരു ഔട്ടിങ്ങാണ്. അതായത് നമ്മൾ ഇന്നൊന്ന് ഫോർട്ട് കൊച്ചി വരെ പോയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ രാവിലെ അവിടുന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. കാര്യം രാവിലെ ഒരു കൈൻഡ് ഓഫ് മഴ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ല വെയിലായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് ഓക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ അത്ര വേർത്തൊന്നും ആയിരുന്നില്ല. അവിടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ അവിടെ എത്തി. കാര്യം സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ എത്തിയ ടൈമിൽ അങ്ങനെ ഭയങ്കര വെയിലൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ രസമായിരുന്നു. പിന്നെ അവിടെ ബീച്ചൊക്കെ ഉണ്ട്. ബീച്ചൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമുള്ള ബീച്ചായിരുന്നു. പക്ഷേ ഏക ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തിയത് ആ ഒരു ടൈം എന്നൊക്കെ പറയുന്നത് നല്ല ചൂടും നല്ല വെയിലുള്ള ടൈമായിരുന്നു. പിന്നെ ഈ നേവിയുടെ എന്തൊക്കെയോ ആണെന്നാണ് തോന്നുന്നത്. അവിടെ അവർ ഇങ്ങനെ എപ്പോഴും ഫ്ലൈയിങ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോകുന്ന കൈൻഡ് ഓഫ് വെയിലായിരുന്നു. നമ്മൾ നടന്നാണ് എല്ലാം അവിടെ കാണാനും നല്ലത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് കൂൾ ഡൗൺ ആയി. അവിടെ ഈ തെരുവിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ സ്റ്റോൾസ് ഉണ്ടാവില്ലേ, അതേപോലത്തെ സ്റ്റോൾസൊക്കെ കാണാനുണ്ട്. അതായത് ഈ ഫോറിനേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ സ്റ്റാമ്പ്സും കാര്യങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒത്തിരി തൊപ്പികൾ, അതേപോലെ ഓരോരോ സാധനങ്ങൾ, ഓരോരോ ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാഗും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ക്യൂട്ട് ബാഗ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതിൽ ഈ ഒരെണ്ണം ഞാൻ മേടിച്ചു. അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 250 രൂപ എന്തോ ആണ് അതിനായുള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും മേടിച്ച് തിരിച്ച് ഞങ്ങൾ വേറൊരു വഴിയിലേക്കൂടെ പോയി. വേറെ കുറച്ച് സ്ഥലം കൂടെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്കിങ്ങനെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഹാർബർ ഹോട്ടൽസും കുറച്ച് കൺസ്ട്രക്ഷൻസൊക്കെ കൂടുതൽ കാണാൻ പറ്റും. അതായത് ഈ ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻസാണ് കൂടുതലും അവിടെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ബിൽഡിങ്സൊക്കെ ഉണ്ട്. നമ്മൾ നേരെ കാറ് തപ്പിപ്പിടിച്ച് കാറെത്തി. ആകെ മൊത്തത്തിൽ വെയിലും കൊണ്ട് ശോകമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ അവസാനം കാറ് കണ്ടുപിടിച്ച് കാറിൽ കയറിയിരിക്കുന്നു. ആകെ ടയർഡായി വേർത്ത് കുളിച്ച് ചത്ത മനുഷ്യൻ. നടന്ന് കുറേ സ്ഥലങ്ങൾ എന്തൊക്കെയോ കണ്ടു. ബീച്ച് കണ്ടു, കുറേ സ്ഥലങ്ങൾ കണ്ടു. അവസാനം അടുത്ത് ഭയങ്കര വെയിലുമാണ് ഗൈസ്. ഭയങ്കര വെയിലുണ്ട്, നല്ല ചൂടുമാണ്. ആകെ നമ്മൾ ക്ഷീണിച്ച് ടയർഡായിപ്പോ. കാലൊക്കെ അങ്ങോട്ട് ഭയങ്കര വേദനയുണ്ട്. മടുത്തു. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ. ഓക്കെ.